BJP ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവണ്ട. കേരളത്തിലെ ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്നും ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. ഇനി ഇവരെല്ലാം കൂടി ചേർന്ന് വന്നാലും ഒറ്റക്കൊറ്റയ്ക്ക് വന്നാലും ഈ കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധതയോടുകൂടി കൃത്യമായിട്ട് വോട്ടവകാശം രേഖപ്പെടുത്തുന്നവരാണ്. അത് ഇതേവരെ ചെയ്തിട്ടുണ്ട്, ഇനിയും അതേപോലെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. സഖാവ് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ പിടിക്കേണ്ട കേന്ദ്ര ഏജൻസികളൊന്നും ചെയ്തില്ല. അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതൊരു CPM BJP അന്തർധാര ഉള്ളതുകൊണ്ടാണ് ഇത് ഈ റെയ്ഡോ എങ്കിൽ ഞാനിങ്ങനെ പറയില്ലല്ലോ. അല്ല, അതിനെന്താണ് മറുപടി? അതിനെ മറുപടി ഞാനിങ്ങനെ പറയില്ലല്ലോ. പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അത് വേറെ ആരെയോ തലയെ കെട്ടി വെക്കാനാണല്ലോ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണല്ലോ UDF-കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും യാതൊരു അർത്ഥമില്ലാതെ ജൽപ്പനം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ചില കണക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പ്രസംഗിച്ചു. അത് പറയുന്നത് കേരളമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ പീഡനമുള്ള സ്ഥലം, ഈ പറഞ്ഞ ഗാർഹിക പീഡനമുള്ള സ്ഥലം, അങ്ങനെ നിരവധി ആരോപണങ്ങൾ പ്രധാനമന്ത്രി സാന്നിധ്യത്തിലാണ് BJP-യുടെ സംസ്ഥാനം. പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയുന്നതിന് എന്താ കുഴപ്പം? ശുദ്ധ അസംബന്ധങ്ങളും കളവും പറയുകയാണ്. കളവ് പറയുക എന്നുള്ളത് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ്. കള്ള പ്രചാരവേല നടത്തുക എന്നുള്ളത് ഏത് ഫാസിസ്റ്റുകളുടെയും സ്വഭാവമാണ്. ആ ഫാസിസ്റ്റുകളുടെ രീതി തന്നെയാണ് BJP കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിലെ അധ്യക്ഷനും പറഞ്ഞിട്ടുള്ളത്. അല്ല, റിപ്പോർട്ടിൽ നിന്ന് മേലൊരു കള്ളാസെടുത്ത് പറയുക, എന്നിട്ട് ബാക്കി കാര്യത്തിൽ അദ്ദേഹം തന്നെ തയ്യാറാക്കി പറയുക. അതൊന്നും ശരിയായ നിലപാടല്ല. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവും. ക്രമസമാധാനം ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇന്നലെ അവർ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗമല്ലേ, പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുത്തോട്ടായില്ല. ഞങ്ങൾക്ക് ആർക്കുള്ള BJP-യുടെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി മാറ്റിയെടുത്ത് ശോഭനയൊക്കെ പോകാൻ പാടുണ്ടായിരുന്നു. അല്ല, അതൊക്കെ ശോഭനയോട് ചോദിക്കേണ്ടതാണ്. ശോഭന കേരളീയത്തിന്റെ അംബാസിഡറും കൂടിയാണ്. ആയിക്കോട്ടെ എന്ന്, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലാന്ന്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അവർ പങ്കെടുക്കണോ അവർ തീരുമാനിക്കേണ്ടിയാണ്. അതുകൊണ്ട് കേരളീയ പദ്ധതി കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തതെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അവരെല്ലാം ഇനിയും ഈ കലാകാരന്മാരെയും സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകളെയെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അറകളിലേക്ക് തിരിക്കണ്ട. അതന്നെ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങളിലും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നില്ലേ? അല്ല, ഇത് പാർട്ടി പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കുന്നു. ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞവർ പോകില്ല, തിരിച്ചറിയാത്തവർ പോവും. പിന്നെ തിരിച്ചറിയുമ്പോൾ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും. രാഷ്ട്രീയമായി സഹകരിക്കുന്നവരെ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയുടെ അംബാസഡർ ആക്കുന്നത് ശരിയാണോ? ഞങ്ങൾ ഇവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അംബാസഡർ ആക്കുക. അവരുടെ കഴിവാണ്. ശോഭനയെ പോലെയുള്ള ഒരു നർത്തകി, സിനിമാ സംവിധാനത്തിന് സിനിമാ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീ, അവരെയൊന്നും BJP-ൻ്റെ അറയിലാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. സുരേഷ് ഗോപി ഉൾപ്പെടെ തന്നെയാണ്. അന്ന് ഞങ്ങൾക്ക് തർക്കമുള്ള അദ്ദേഹം പിന്നെ ഇതിലേക്ക് ചാടിപ്പോയി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അയാളെയും ബഹുമാനിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അയാളെ ഇന്നത്തെ പെരുമാറ്റവും രീതിയും രൂപവും ഒന്നും ബഹുമാനിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അംബാസഡർ ഒന്നും ആവാതെ. UDF-ന്റെ സമരനായിക മറിയക്കുട്ടിയും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. UDF-ന്റെ സമരനായിക പങ്കെടുത്തിട്ടുണ്ട്. ഇനി സമരനായകന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നോക്കിയാൽ മതി. അല്ലേ?